എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നോട് കുറച്ച് ദിവസങ്ങളായി കുറേ പേര് ഇങ്ങനെ ആവശ്യപ്പെടുകയല്ല, എന്ത് ചെയ്യണം, ഇതിനൊരു പരിഹാരം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് ഇന്നും ഉണ്ടായി. ഇന്നും ചോദിച്ചു. രണ്ട് മൂന്ന് പേര് ഞങ്ങൾക്ക് ആകെ ബുദ്ധിമുട്ടാണ്, ഇത് എങ്ങനെയൊന്ന് ഇതൊന്ന് മാറ്റിയെടുക്കാൻ പറ്റും, വല്ല പോംവഴിയും പറഞ്ഞു തരാനുണ്ടോ എന്ന് ചോദിച്ചു. എനിക്കറിയില്ല, കാര്യം വേറെ ഒന്നുമല്ല. അവർ യൂട്യൂബ് തുറന്നാൽ അപ്പോൾ ഈ രേണുസുതിയാണത്രേ. 3-4 ഷോർട്ട് വീഡിയോസ്, പിന്നെ രേണുവിനെ പരാമർശിച്ചുകൊണ്ടുള്ള ലോങ് വീഡിയോസ്. ഇങ്ങനെ യൂട്യൂബ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാണ് കാണാനുള്ളൂ. ഇതെങ്ങനെ ഒന്ന് ഇല്ലാണ്ടായി അവർക്ക് യൂട്യൂബ് ഒന്ന് കാണാൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. ഈ രേണുസുതിയുടെ വീഡിയോസ് ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് എന്താ ചെയ്യണ്ടേ എന്നാണ് ചോദ്യം. അപ്പോൾ എനിക്കിതിന് മറുപടിയൊന്നും പറയാനുണ്ടായില്ല, ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കാനും എനിക്കുണ്ടായില്ല. കാരണം വളർന്നു വരുന്ന ഒരു കലാകാരി ആണ് രേണുസുതി. അത് നമ്മൾക്കൊക്കെ അറിയാം. ആൽബം സോങ്ങായി, ഷോർട്ട് ഫിലിംസായി, ഇപ്പോൾ വലിയ സിനിമകളും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. നല്ലത് തന്നെ, എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ് അത്. പക്ഷേ എവിടെയാ മിസ്റ്റേക്ക് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി പറയുന്ന അഹങ്കാരത്തിൻ്റെ കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട്, കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, അതൊന്നും എല്ലാവർക്കും ദഹിക്കുന്നതല്ല. നമ്മൾ കേരളീയരാണ്, സാധാരണക്കാരാണ്. അവർ സാധാരണ ജീവിത രീതികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ കേരളീയർ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒന്നുമില്ലായ്മയിൽ നിന്നും വന്നിട്ട് അഹങ്കാരം കാണിക്കുമ്പോൾ അതാർക്കും ദഹിക്കില്ല. ആ ഋതപ്പൻ നോക്കിക്ക്, പാവം കുഞ്ഞല്ലേ, അതിൻ്റെ കഴുത്തിൽ മുറിവ് പറ്റിയിട്ട് എത്ര വലിയ വ്രണാന്നറിയോ. എന്നിട്ട് പറയാം അതെങ്ങനെയാണെന്ന് അറിഞ്ഞില്ല, എന്തോ ജീവി ആട്ടിയതാണത്ര, എന്തോ ജീവി ആട്ടിയതാണെന്ന്. പിന്നെ പോയിട്ട് ആ കുട്ടിയുടെ ഒരു വേഷവും അതിൻ്റെ ഒരു ഇരിപ്പും അല്ലേ. ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെയൊക്കെ വീടുകളില്ലേ, നമ്മൾ എത്ര കാര്യമായിട്ടാണ് തലയിൽ വെച്ചാൽ, കർമ്മർ പറയുന്നത് തലയിൽ വെച്ചാൽ പേനരിക്കോ ഉറുമ്പരിക്കോ, തലയിൽ വെച്ചാൽ ഉറുമ്പരിക്കോ, നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കോ, തലയിൽ വെച്ചാൽ പേനരിക്കോ എന്ന് പറഞ്ഞ പോലെയല്ലേ നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന നമ്മളുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ ഇട്ട് തരുമ്പോഴേ അത് ആര് വേണമെങ്കിലും ഏറ്റെടുത്തോളൂ എന്നാണ് പറയണത്. ഒരമ്മ പറയുന്ന വർത്തമാനമാണ്, കൊല്ലാതിരുന്നത് ഭാഗ്യം. പറയുന്നതാണ്, ആര് വേണമെങ്കിലും ഏറ്റെടുത്തോളൂ, എനിക്ക് നോ പ്രോബ്ലം. എനിക്കിങ്ങനെ രാത്രിയിലൊക്കെ വീട്ടിൽ തങ്ങുന്ന സമയം വളരെ കുറവാണ്. ഒരു സെറ്റിൽ നിന്നും മറ്റൊരു സെറ്റിലേക്ക് ഇങ്ങനെ പറക്കാണ്, സമയമില്ല. ഇതാരെ ഈ പറയണേന്ന് കൂടെ വിചാരിക്കണം നമ്മൾ. പാവം ആ സുധയുടെ പറയാം, വീട് താമസം തുടങ്ങിയിട്ട് ഒരു ഹോം ടൂർ നടത്തിയല്ലോ. അയ്യോ, അതിൽ രേണുസുധീനെ കാണണം. പാവം, എന്തൊരു പാവാന്ന് പറയാം, പച്ച പ്രാക്കെന്നൊക്കെ പറയില്ലേ, അതായിരുന്നു അതിൽ. പിന്നെ സിംഹം സടകുടഞ്ഞെഴുന്നേറ്റു എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി പിന്നത്തെ ഉള്ള കാര്യങ്ങളെല്ലാം. മറ്റേ കടൽ തീരത്ത് കിടന്നു ദിലീപും ഭാവൻ അല്ല, ദിലീപും ആ കുട്ടിയുടെ പേര് മറന്നുല്ലോ. അപ്പം കൊച്ചിൻ്റെ പേര് മറന്നു കഴിഞ്ഞാൽ നല്ലൊരു അഭിനേത്രി, അതങ്ങനെ മറക്കാനൊന്നും പാടുള്ളതല്ല. അപ്പോൾ കൂടുതലായിട്ടൊന്നും അഭിനയിക്കുന്ന സോറി ആ കുട്ടിയുടെ പേര് മറന്നുപോയി. അവർ എപ്പോഴെങ്കിലും കയറി വരും. അവർ കിടന്ന ഉരുണ്ട് മറിയുന്ന അതാണെന്ന് തോന്നുന്നു ഫസ്റ്റ്. അതോടുകൂടി പിന്നെ ആളങ്ങോട്ട് ഫേമസ് ആയി. പിന്നെ അവിടെ പിടിക്കുമ്പോൾ ഇവിടെ പിടിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ അടിച്ച് എടുത്ത് വട്ടം കറക്കി ഒക്കെ എന്തിനും തയ്യാറാണ്. പിന്നെ ഇപ്പം എന്താ, ഇപ്പം മറ്റുള്ള നിർമ്മാതാവ് അല്ലെങ്കിൽ സംവിധായകനൊന്നും പറഞ്ഞു കൊടുക്കാണ്ട് തന്നെ ചെറിയ ഇറക്കം കുറഞ്ഞ
ബനിയൻ പോലുള്ള അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ പൊക്കിയിട്ട് വയറൊന്ന് കാണിക്കും. എൻ്റെ വയറ് നല്ലതാണെന്ന് പറയണേ, നല്ല വയറ്. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയാണോ ഇന്നാണോ എന്നറിയത്തില്ല, പൊക്കിൾ കാണിച്ചിട്ട് ഒരു സീൻ, ആ കള്ള് ഷാപ്പിലെ ആ ഒരു സ്ത്രീയുടെ എന്താണെന്ന് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ കാണണം. കുറച്ച് നേരം അതൊന്നും അതിൽ അഴുക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് കുതിർത്ത് വെക്കണം എന്നൊക്കെയാണ് ആൾക്കാർ പറയണത്. ഇതാണോ നല്ല? ആണുങ്ങൾ പോലും അങ്ങനെയാണ് പറയുന്നത്. മോളെ, നീ ഇനിയെങ്കിലും ആരാണ് നീ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇഷ്ടപ്പെടും. ജനങ്ങളെല്ലാവരും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. എപ്പോ അതിൻ്റേതായ രീതിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ. ഒന്നാമത് ഭാഷ നന്നാവണം, പിന്നെ ശരീര ലാംഗ്വേജ്, പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കാര്യങ്ങൾ, ഇപ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യമായാലും കിച്ചുവിൻ്റെ കാര്യമായാലും വീടിൻ്റെ കാര്യമായാലും ഇതൊക്കെ സംസാരിക്കുന്നതിലൊരു മര്യാദ വേണം, കാണിക്കുന്നതിലൊരു മര്യാദ വേണം. എന്ത് വേണമെങ്കിലും അഭിനയിക്കാം, എന്ത് വേണമെങ്കിലും അഭിനയിക്കാം. ഒരു കലാകാരിയാണ്, നാടകത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ജനങ്ങളൊക്കെ ഇത് നെഞ്ചിലേറ്റണമെങ്കിൽ നമ്മളൊരു കുറച്ച് റിസ്ക് എടുക്കണം. അഭിനയമാണെങ്കിൽ പോലും ഒരു എളിമ എന്നുള്ളത് ഇതിൽ കൊണ്ടുവരണം. ഇപ്പോൾ കേട്ടോ ആളുകൾ പറയുന്നത്, എങ്ങനെ ഞാൻ യൂട്യൂബ് തുറക്കുമ്പോൾ ഇതൊന്നും കാണാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അതൊന്നും മനസ്സിലാക്കണം ജനങ്ങളെല്ലാം. എല്ലാവരും, എല്ലാ കുടുംബങ്ങളും ഏറ്റെടുക്കാൻ പാകത്തിന് ഒരു അല്പം മര്യാദ കാണിച്ചാൽ മതി. വേറൊന്നും വേണ്ട, ഒരല്പം മര്യാദ. അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം കേട്ടോ.